സംസ്ഥാന നിയമസഭയിൽ ഏറ്റവും ആകർഷകമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ചെറുപ്പക്കാരികളും ഈ നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ ഒരുപക്ഷെ ഈ ജൻസി വിപ്ലവമൊക്കെ നടക്കുന്നു എന്ന് പറയുന്നല്ലേ, അഭിജിത്തൊക്കെ ജൻസിയുടെ ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പി കെ ഫിറോസിനും ജൻസി ആവാൻ വേണമെങ്കിൽ അപ്പോൾ ഇവരുടെ മനസ്സിൽ എന്ന് വെച്ചാൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാക്കിയിട്ടാണ് വി ഡി സതീശൻ മന്ത്രിസഭയിൽ നിന്ന് അധികാരമേറ്റത്. ഒരുപക്ഷെ ഈ അടുത്ത കാലം കേരളം കണ്ടതിൽ ഏറ്റവും ജനനിമിഡമായ ഒരു സത്യപ്രതിജ്ഞയായിരുന്നു. തിരുവനന്തപുരത്തെ എല്ലാ ഊടുവഴികളിലും ആൾ നിറഞ്ഞിരുന്നു. മാത്രമല്ല ഈ ഈശ്വരവിലാസ് റോഡ്, കൃഷ്ണവിലാസ് റോഡ്, വഴുതക്കാട് ഈ പറയുന്ന സ്ഥലത്തൊന്നും സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധമില്ലെങ്കിലും സാധാരണ അവിടെ ആളുകളെ നിറഞ്ഞു കണ്ടിട്ടില്ല. ഇന്ന് അങ്ങനെ ആയിരുന്നില്ല. ഹെവി റോഡ് ബ്ലോക്ക്, ആളുകൾ നിറയുന്നു. എല്ലാ വഴികളും സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക്, അങ്ങനെ ഒരുപാട് ആളുകൾ. ഇതിനിടയിലൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും പറയുന്നത് കേട്ടു, ആളുകൾ ഇടികൊണ്ട് ആയുർവേദ ഹോസ്പിറ്റലിൽ തിരക്കി പോയെന്ന്. അങ്ങനെയും ഒക്കെ നടന്നിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ മന്ത്രിസഭയെ കൊണ്ട് മന്ത്രിസഭ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അദ്ദേഹം ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ അംഗങ്ങളും മറ്റുള്ള പൊതുപ്രവർത്തകരും, കോൺഗ്രസ് പ്രവർത്തകരും, UDF പ്രവർത്തകരും ഒക്കെ നടത്തിയ പ്രഖ്യാപനങ്ങൾ തങ്ങൾ പറയുക മാത്രമല്ല ചെയ്യുമെന്ന് തെളിയിച്ചുകൊണ്ട് ഇന്ന് പറയുകയൊക്കെ ചെയ്തു. KSRTC സ്ത്രീകൾക്ക് കയറാം, അതുപോലെ വയോജനങ്ങൾക്കായിട്ട് പുതിയ വകുപ്പ് വരുന്നു, അങ്ങനെ ഒരുപാട് ജനങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന കുറേ കാര്യങ്ങൾ പ്രഖ്യാപിച്ചു. അപ്പോൾ KM അഭിജിത്ത്, ഞാൻ അഭിജിത്തെ ഒരുപാട് വിദ്യാർത്ഥി സമരങ്ങളിലൂടെയും പിന്നെ SFI കോട്ടകളിലൂടെയൊക്കെ തന്നെ പോരാട്ടമൊക്കെ നടത്തി യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനൊക്കെ ആയി അങ്ങനെയൊക്കെ ചരിത്രം എഴുതിയ ആളാണ്. അപ്പം മാത്രമല്ല, നിങ്ങൾ പ്രതീക്ഷകൾ കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും തിരിച്ച് മണ്ഡലത്തിൽ ചെല്ലുമ്പോൾ അവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഈ മന്ത്രിസഭയിൽ നിന്ന് ഒരു MLA എന്ന് വിചാരിക്കേണ്ട, എന്തുവാ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അല്ല, ഒന്ന് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ടുണ്ടായ കേരളം പുറകോട്ട് പോയ 10 വർഷങ്ങളെന്ന് പറയേണ്ടി വരും. അപ്പോൾ എന്തായാലും നമ്മളെ കേരളത്തെ വീണ്ടെടുക്കാം. പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് പോകുമ്പോൾ നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാർ നാട് വിട്ടു പോവുകയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിലാണ്. അവർ പഠിക്കാൻ വേണ്ടി നാട് വിട്ടു പോകുന്ന ആളുകൾ പിന്നീട് തിരിച്ചു വരുന്നേയില്ല. പഠിച്ചു കഴിഞ്ഞ് ജോലി നേടി കേരളത്തിന് പുറത്ത്, ഇന്ത്യക്ക് പുറത്തൊക്കെ പോവാണ്. അപ്പോൾ നമ്മളെ ആ ചെറുപ്പക്കാരൊക്കെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഓരോ വീട്ടിലെയും ആളുകൾ തീരുമാനിക്കണം. പ്രത്യേകിച്ച് പല വീടുകളും വൃദ്ധസദനത്തെ പോലെ പ്രായം ചെന്ന ആളുകൾ മാത്രമാകുകയാണ്, ചെറുപ്പക്കാർ കുറയാണ്. അപ്പോൾ അവരെ കൊണ്ടുവരണം. നമ്മളുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം, ലോകത്തിന് വിദ്യാഭ്യാസത്തെ നമുക്ക് കേരളത്തിൽ കാണിച്ചു കൊടുക്കണം. ആ വിദ്യാഭ്യാസ രംഗത്തെ നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. ആരോഗ്യരംഗം, അപ്പോൾ നമ്മളൊക്കെ ഏറ്റവും ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച പോലെ അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നം എന്താ? ഒരു ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് പോയാൽ ആശുപത്രിയിൽ സർജറി മാസങ്ങൾക്കപ്പുറത്തുള്ള ഡേറ്റ് കൊടുക്കുകയാണ്. സർജറി ഇല്ല, ചികിത്സയില്ല, വലിയ പ്രയാസമാണ്. നമ്മളുടെ ആരോഗ്യരംഗത്തെ ശക്തിപ്പെടുത്തണം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ജൻസി ചെറുപ്പക്കാരുൾപ്പെടെ അവർക്കൊരു പ്രതീക്ഷ, ഈ നാട്ടിൽ ജീവിക്കാൻ അവർക്ക് പ്രതീക്ഷ നൽകണം. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഈ ഗവൺമെൻറ് ചെയ്യുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ അതിന് തുടക്കം കുറിച്ച് നമുക്ക് പറയാം. ഇന്ന് വനിതകളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ജൂൺ 15 തൊട്ട് വനിതകൾക്ക് KSRTC സൗജന്യം, അതോടൊപ്പം അടിസ്ഥാന വർഗമായ ആശാ വർക്കേഴ്സിന്, അല്ലെങ്കിൽ കഞ്ഞി വെക്കുന്ന നമ്മളുടെ സ്കൂളുകളിലെ ആയമാർക്ക്, അങ്ങനെ തുടങ്ങി എല്ലാവർക്കും വേതനം വർദ്ധിപ്പിച്ച് ഞങ്ങൾ ഈ ഗവൺമെൻറ് നാടിനൊപ്പം ഉണ്ടാകുമെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. അത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ ഗവൺമെൻറ് നാടിനൊപ്പം ഉണ്ടാകാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളും നടത്തും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.